ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോയുടെ ഗ്ലാമർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നടന്ന വണ്ടിയാണ്. വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചേർന്നതാണ്. അതും പ്രകാരം നമുക്ക് അതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ താക്കോലിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെ കോൺടാക്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ വന്നത് കോപ്പർ കോൺടാക്റ്റാണ്. അപ്പോൾ അത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല ലൂസ് കോൺടാക്റ്റ് കാണിക്കാം. പിന്നെ ഉള്ളത് എൻ്റെ കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കാർബേറ്റർ ഓൾറെഡി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ കയറ്റിയതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയായിരുന്നു. ഓൾറെഡി കാർബേറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് വെക്കുന്ന സമയത്ത് പെട്രോൾ ലോക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ പോകും. കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഫംഗസൊക്കെ പിടിച്ച ഒരു അവസ്ഥയിലിരിക്കുക, ഉപയോഗിക്കാണ്ട് അതിനകത്ത് പെട്രോളും കിടന്ന്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ എന്നാൽ പോലും ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ സമയമൊക്കെ വെക്കുമ്പോൾ കാർബേറ്ററിനകത്തേക്ക് ഉള്ള ഈ പെട്രോൾ സപ്ലൈ ഓഫ് ചെയ്ത് വയ്ക്കുക, പെട്രോൾ ടാപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിക്ക് മുമ്പ് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ചെയ്തേക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു ഷിമ്മൊക്കെ വെച്ചിട്ടാണ് നിർത്തിയേക്കണത്. വീണ്ടും ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ പ്രശ്നമില്ല എങ്കിൽ കൂടി കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പ്ലഗ് പുതിയ പ്ലഗ്ഗാണ് കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ ഈ ടാങ്കിൻ്റെ ഈ സൈഡൊക്കെ ഫുള്ള് തുരുമ്പ കാണണേ. വണ്ടി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുമുണ്ട്. മിക്കവാറും വാഷ് ചെയ്യുന്ന സമയത്ത് വാട്ടർ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പ്രഷറിലാണ് വെള്ളമടിക്കുക. വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഇവിടെ ഈ തുരുമ്പിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഓട്ട വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കവാറും കാരണം നല്ല പ്രഷറിൽ അവർ അടിച്ചു പോകും. നമ്മുടെ അടുത്തല്ല വാട്ടർ സർവീസ് ചെയ്യണേ, പുറമെയാണ് ചെയ്യണേ. അത് ചെയ്യുന്ന സമയത്ത് നല്ല പ്രഷറിൽ വന്ന പമ്പാണ്. അത് വെച്ച് അടിക്കുമ്പോൾ മിക്കവാറും ഓട്ട വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇവിടെയൊക്കെ തുരുമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞു തന്നെ ഉണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബാക്ക് സൈഡിൽ മാറുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിൽ വൺ സൈഡ് ഇൻഡിക്കേറ്റർ. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനലല്ല. നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് അവൈലബിൾ അല്ല. ഈ പഴയ മോഡൽ ഗ്ലാമറിൻ്റെ എല്ലാ പാർട്സുകളും തന്നെ ഓൾറെഡി കമ്പനി നിർത്തിയേക്കാണ്. ഈ മോഡലൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളത് ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയുടെ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതാണെങ്കിൽ ഇതൊന്നും സൂട്ടാവില്ല. കാരണം ബാക്കി ഇരിക്കുന്നത് 3 ഇതേപോലത്തെയാണ്. അപ്പോൾ ഇത് തൽക്കാലം പുറമേ നിന്ന് നമ്മൾ ലോക്കലായിട്ട് മേടിച്ചിട്ടുണ്ട്. അത് മേടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ചെയ്യുമ്പോൾ അത് വീലൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കി വിടേണ്ടതാണ്. നിലവിൽ ആ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതുമ്പോൾ നമ്മൾ പ്ലഗ് നോക്കുമ്പോൾ പുതിയ പ്ലഗ് കിടക്കണം. അത് ഓൾറെഡി ഇതുമ്പോൾ കിടന്ന പ്ലഗ്ഗാണ്, പുതിയ പ്ലഗ്ഗാണ് ഇതുമ്പോൾ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കാർബേറ്റർ ഒന്ന് അഴിച്ച് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സ്ലോ ജെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇഗ്നീഷ്യൻ സ്വിച്ച് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ അസംബ്ലി മാറുന്നുണ്ട് ഒരെണ്ണം വൺ സൈഡ്. പിന്നെ നമ്മളതിൻ്റെ ഈ ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ് ശരിക്കും മനസ്സിലായി. ഈ എൻജിൻ ഓയിലിൻ്റെ ലെവലും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്യണ ബോൾട്ടാണത്. ഇത് ഓൾറെഡി പശയിട്ടൊക്കെ വെച്ചേക്കണം. ഇതുണ്ടോ, അത് അഴിച്ചാൽ മിക്കവാറും അതിൻ്റെ ത്രെഡ് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്കത് അഴിക്കാതെ കൊണ്ട് ഓയിലുണ്ടോ ഇല്ലയെന്ന് അറിയാനും പറ്റില്ല. ഇത് ഓൾറെഡി പശയിട്ട് വെച്ചേക്കണേ. കാണുന്നത് പശയാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷേ അത് നമുക്ക് അഴിക്കാണ്ട് അത് ഓയിലുണ്ടോ ഇല്ലയെന്ന് അറിയാനും പറ്റില്ല. അതിന് പിന്നെ നമ്മൾ ഓയിൽ ഊറ്റി മാറ്റി വിടേണ്ടി വരും. അപ്പോൾ നിലവിൽ അതും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി ബൈ ചാൻസ് നമ്മൾ അഴിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളൂ. ഇനി നേരെ മറിച്ച് ത്രെഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആഴ്ചയിൽ പശ ഇട്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും ത്രെഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം. പിന്നെ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ മാറ്റുക, ഇതൊക്കെയാണ് വാഷിങ്, അത്രയും കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവും എന്തെങ്കിലും. ഓക്കെ.